ഹലോ എവരിബഡി, എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സ്റ്റഫ്ഡ് ബ്രെഡ് വിത്ത് എഗ് ആൻഡ് വെജിറ്റബിൾ. സാധാരണ നമ്മൾ 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, പാറ്റീസ്, ചിക്കൻ പാറ്റീസൊക്കെ വെച്ച് നമ്മൾ സ്റ്റഫ്ഡ് ബ്രെഡ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ 1 പീസ് ബ്രെഡും കൊണ്ട് സ്റ്റഫ്ഡ് പ്രിപ്പറേഷൻ ഉണ്ടാക്കാൻ പോകുന്നു. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ 3 എഗ്ഗ് എടുത്തിരിക്കുന്നു, ഒരു ചെറിയ സവോള ചെറുതായിട്ടരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളകിന് പകരം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഇത് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, ഇത് ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം. ഇതെല്ലാം പകുതി ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം എടുത്തില്ല, അതിൻ്റെ അരിയുള്ള ഭാഗം എടുത്തില്ല, ബാക്കി ഇതിൻ്റെ ഭാഗം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. ഇത് ഒരു 1/2 ടൊമാറ്റോറിൻ്റെ ഉള്ളിലത്തെ ഭാഗം കളഞ്ഞിട്ട് ബാക്കി ആ സ്കിന്നോട് അടങ്ങിയിരിക്കുന്ന ഭാഗം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇത് 1/4 ടീസ്പൂൺ ഉപ്പ്. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പോ എടുത്തുള്ളൂ, കാരണം ഞാൻ ഒരു ചെറിയ കട്ടോരി ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇടുന്നു. നിങ്ങൾ ചീസ് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പിടാം. കൂടാതെ ഞാൻ ആവശ്യത്തിന് ബ്രെഡും എടുത്തിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടെടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ ഗീ ഇടുന്നു. ഗീ ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗീ ചൂടായി. ഗീക്ക് പകരം നിങ്ങൾക്ക് എണ്ണ വേണേലും എടുക്കാം. ഞാൻ ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ച് ഇടുന്നു, പച്ചമുളക് അരിഞ്ഞതിടുന്നു. 2 മിനിറ്റായി. ഇതിലേക്ക് ഞാനിനി ക്യാരറ്റ് ഇടുന്നു, ക്യാപ്സിക്കം, എല്ലാ കളറിലുള്ള ക്യാപ്സിക്കം ഇടുന്നു. ഇളക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ഇടുന്നു. 1 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് തക്കാളി ഇട്ടു, ഉപ്പിട്ടു. ഇത് നമ്മൾ അടച്ച് വെക്കരുത്, ഇത് നമ്മൾ തുറന്ന് വെച്ചുകൊണ്ടിട്ട് ഒരു 3 മിനിറ്റ് ഇളക്കണം. ഞാൻ വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമാണ്. ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഈ ബ്രെഡ് എടുത്ത് ഞാൻ ഇതിൻ്റെ അരിക് ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നു. ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ വെക്കുന്നു. ഒരു ബ്രെഡും കൂടെ കണ്ടിച്ചെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ സത്തെടുക്കാം. നമ്മുടെ പച്ചക്കറി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ പച്ചക്കറി ഇടുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയപ്പം പച്ചക്കറി ചെറുതായിട്ട് വേവിക്കാതെയാണ് ഡയറക്റ്റ് ഞാൻ എഗ്ഗിലേക്ക് പച്ചക്കറി എല്ലാം കൂടി ഇട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ഫാമിലി പറഞ്ഞു പച്ചക്കറി ഒട്ടും വെന്തിട്ടില്ലെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുന്നു. യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പല ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാപ്സിക്കൻ ഞാൻ ഉപയോഗിച്ചത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഗ്യാസ് ഓൺ ചെയ്തു. ഇതിലേക്ക് ഞാനൊരു സ്വല്പം, തീരെ കുറച്ച് ഗീ ഇട്ടു. ഈ ബ്രെഡിൻ്റെ ഈ ഭാഗം ഞാൻ ഈ തവയിലേക്ക് വെക്കുന്നു. അതിനുശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മിക്സർ ഇതിലേക്ക് ഒഴിക്കുന്നു.
ബ്രെഡിൻ്റെ ഈ മുകളിലത്തെ ഈ അരികിലായിട്ട് നമ്മളൊരു സ്വല്പം ഗീ പുരട്ടുന്നു. മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് ഞാൻ ചീസ് ഇടുന്നു. ഈ ചീസ് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിച്ചത്. ചീസ് ഇടുന്നില്ലെങ്കിൽ ഉപ്പ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കണം ഇച്ചിരി കൂടെ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് വെച്ച പീസ് വെക്കുന്നു. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നു. ഇതിൻ്റെ പുറത്തും ഒരു സ്വല്പം ഗീ വെക്കുന്നു. ഈ സൈഡായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. മുട്ട വേകേണ്ടതുകൊണ്ട് ഞാനത് സിമ്മിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഈ വശം സ്വല്പം കൂടെ ഫ്രൈ ചെയ്യാം. ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബ്രെഡ് വിത്ത് എഗ് ആൻഡ് വെജിറ്റബിൾസ് ഈസ് റെഡി. ഇത് ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ട്, ചീസുണ്ട്, പച്ചക്കറിയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.